ശശികല ആരാണ് ഇതൊക്കെ ആജ്ഞാപിക്കാൻ? ശശികലയ്ക്ക് എന്താണ് ഇതിന് അവകാശം? അത് ചോദിക്കണ്ടേ നമ്മൾ? അതാരും ചോദിക്കുന്നില്ലല്ലോ. ശശികലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇത് പറയാൻ അവകാശം? ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട്, ഇന്ത്യയിലെ ദളിതരോട് ഞങ്ങൾ ഏത് പാട്ട് പാടണമെന്ന് പറയാൻ ശശികലയ്ക്ക് എന്താണ് അവകാശം? നമ്മൾ ചോദിക്കാത്ത എന്താ? ഇന്ത്യൻ ഭരണഘടന ഇവരുടെ തീവ്രാധാരമാണോ ശശികലയുടെ? ഒന്നുമല്ലല്ലോ. ഇവർ സമാജം എന്ന് പറയുന്നല്ലോ. ഏത് സമാജത്തെ പറ്റിയാണ് ശശികല പറയുന്നത്? തുണിയില്ല ചാട്ടങ്ങൾ എന്ന് പറഞ്ഞ് ഈ നമ്പൂതിരി ബ്രാഹ്മണന്റെ മുഴുവൻ അമ്പലത്തിൽ തുണിയില്ലാതല്ലേ നടക്കുന്നത്? ഇപ്പോഴും നമുക്ക് നല്ല ആധുനികമായ നിക്കർ വന്നിട്ടുണ്ട്, ആധുനികമായ ധാരാളം അണ്ടർ ഗാർമെന്റ്സ് വന്നിട്ടുണ്ട്. എന്നിട്ടും 16-ാം നൂറ്റാണ്ടിലെ കോണ കൊടുത്തോണ്ടല്ലേ ഈ ശാന്തിക്കാരെല്ലാം അമ്പലത്തിൽ നടക്കുന്നത്? ലജ്ജാവഹം എന്ന് പറയണ്ടേ? അതിന് തുണിയില്ല ചാട്ടം എന്നല്ലേ പറയേണ്ടത്? ഈ നമ്പൂതിരി ബ്രാഹ്മണർ ഇപ്പോഴും കോണക കൊടുത്തുകൊണ്ട് നടക്കുന്നതിനെയല്ലേ യഥാർത്ഥത്തിൽ തുണിയില്ല ചാട്ടം എന്ന് പറയേണ്ടത്? അത് പറയാതെ നോക്കൂ, പൂണൂല് ഇപ്പോഴും നമ്മൾ റോഡുകളിൽ പോയി കാണാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, റോഡുകളിൽ ഇപ്പോഴും തുണിയില്ലാതെ പൂണൂലും ധരിച്ചുകൊണ്ട് നടക്കുക. അതല്ലേ തുണിയില്ലാ ചാട്ടം യഥാർത്ഥത്തിൽ? ഇനി തുണിയില്ലാ ചാട്ടം ഒന്ന് സവിശേഷമായിട്ടൊന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് ഈ അമ്പലങ്ങളിൽ പാടുന്ന സോപാന സംഗീതം. ആ സോപാന സംഗീതത്തിലുള്ള അഷ്ടപതിക്ക് ആധാരമായ ഗ്രന്ഥം ഏതാണ്? ജയദേവന്റെ ഗീതഗോവിന്ദം 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് എന്താണ്? ഗോപി വീന പയോദര മർദ്ദന ചഞ്ചല കരയുഗ ശാലി. തൽക്കാലം ഞാൻ അതിന്റെ പരസ്യമായിട്ട് അർത്ഥത്തിലേക്ക് വരുന്നില്ല. അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ ഇത്രമാത്രം ഒരു അശ്ലീലത്തിന്റെ പരകോടിയാണ് ഗീതഗോവിന്ദം എന്ന് പറയുന്നത്. നിത്യചൈതന്യതിയാണ്. അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുമ്പോഴാണ് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം അതിലെ അർത്ഥങ്ങൾ പറഞ്ഞാൽ അത്രമാത്രം അശ്ലീലമാണ് എന്നാണ് നിത്യചൈതന്യതി പറഞ്ഞിട്ടുള്ളത്. അതാണല്ലോ ഈ പറയുന്ന രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കണ്ണനാ മുണ്ണിയെ കാണുമാറാകണമെന്നാണ് ആ പാട്ട്. അതിൽ പറയുന്നത് പാലാഴി മങ്കതൻ കൊങ്ക പുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. എന്താ കൊങ്ക? ഞാൻ പറയുന്നില്ല, മലയാളി അത് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അർത്ഥം കണ്ടെത്തുക, അല്ലെങ്കിൽ മലയാളം ഡിക്ഷണറി എടുത്ത് നോക്കുക. അത്രമാത്രം അശ്ലീലം. രംഭാതുല്യം തുടയിണയും തവ ജങ്കായുകളം മണിനൂപുരവും. കൃഷ്ണനെ പറ്റി പാടുന്ന നിന്റെ തുട രംഭയെ പോലുള്ള തുടയാണ്. ഇതിന് പിന്നെ എന്താ പറയണ്ട? ഇത് പിന്നെ വലിയ മനോഹരമായ സംഗതിയാ. ഇനി കൂത്തും കൂടിയാട്ടവും അതുപോലെ കഥകളി, ഇങ്ങനെ ഈ കലകളിലൊക്കെ തന്നെയുള്ള സ്ത്രീ വർണ്ണനകൾ എടുത്തൊന്ന് പരിശോധിക്കണം. അതിലൊക്കെ പിന്നെ എന്താണ് പറയുന്നത്? സംസ്കൃത സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം അതിന് അടിസ്ഥാനപരമായി സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കുകയും ലൈംഗിക അപദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ്.